നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇയാളെ എത്ര കാലം കോൺഗ്രസ് ചുമക്കും? ആരോപണങ്ങളിൽ രാജിവെക്കാതെ കടിച്ചു തൂങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രതിരോധം തീർക്കാൻ ശബ്ദരേഖ പുറത്തുവിട്ടു. രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ദുർബലവാദം പൊളിച്ചടുക്കി ന്യൂസ് 18. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. അത് രാഹുലിനെ പോലെ ആരോപണം വരും, അത് അതുവഴി അങ്ങ് പൊക്കോളൂന്നല്ല. ഏത് നിയമവഴിയിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അവന്തികയുടെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ? ഞാനും തയ്യാറാണ്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്ന് അയാൾ വാദിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായി അയാൾ തന്നെ തെളിയിക്കട്ടെ. രാഹുൽ അടൂരിലെ വീട്ടിൽ തുടരുന്നു. രാഹുലിനെ കൈവിട്ട AICC നേതൃത്വം. തീരുമാനമെടുക്കാൻ KPCCക്ക് നിർദ്ദേശം. രാജി ആവശ്യം ശക്തമാക്കി വനിതാ നേതാക്കൾ. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെന്ന് സണ്ണി ജോസഫ്. വിവാദത്തിൽ UDF ഘടകകക്ഷികൾക്ക് അമർഷം. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ആരോപണം. ഇല്ലാത്ത തെളിവുണ്ടാക്കിയെന്ന് അറസ്റ്റിലായ അബൂബക്കറിന്റെ കുടുംബം. കുടുക്കിയതെന്ന് കുടുംബം. റംലയുടെ വീട്ടിൽ പോയത് കത്ത് നൽകാനെന്ന് മകൻ. പത്തനംതിട്ട മുൻ SP-ക്കെതിരായ പരാതിയിൽ ആഭ്യന്തര അന്വേഷണം. DGPയുടെ നിർദ്ദേശം. റേഞ്ച് DIGയുടെ റിപ്പോർട്ടിൽ ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയച്ചെന്നും മൊഴി. ശിക്ഷണ മനോഭാവത്തോടെ പെരുമാറിയെന്നും വനിതാ SI. മന്ത്രിമാരെ പുറത്താക്കുന്ന ബില്ലിലെ JPS സഹകരണത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. എതിർപ്പുമായി തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സഹകരിക്കണമെന്ന് കോൺഗ്രസ്. ചേതേശ്വർ പൂജാര വിരമിച്ചു. ക്രിക്കറ്റിനോട് വിട പറയുന്നത് ക്രീസിൽ ഇന്ത്യക്ക് വേണ്ടി വൻമതിൽ തീർത്ത താരം. ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും നന്ദിയെന്ന് പൂജാര. പ്രഖ്യാപനം X പോസ്റ്റിലൂടെ. പാർട്ടിയിൽ രാജിസമ്മർദ്ദം ശക്തമാകുമ്പോഴും കടിച്ചു തൂങ്ങി രാഹുൽ മാങ്കൂട്ടം പിടിച്ചു നിൽക്കാൻ ഉണ്ടയില്ലാ വെടിയുതിർത്തും തന്ത്രം. ശരി, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരങ്ങളുണ്ട്. പക്ഷേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങൾ പലരും വാർത്തകൾ ചെയ്യുന്നുണ്ട്. ആ വാർത്തകൾ തുടരും. ആ വാർത്തകൾക്കുള്ളൊരു പരിഹാരമൊന്നുമല്ല ഇത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളോട്, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരോട് പറയേണ്ടുന്ന ചില കാര്യങ്ങൾ. അടിസ്ഥാനപരമായി ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി ഞാൻ കാരണം ഒരു പ്രതിസന്ധിയിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇത്രയേറെ അക്രമം നേരിടേണ്ടി വരുന്നതിൻ്റെ ഒരു വലിയ കാരണം അത് ഞാൻ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലയോ എന്നുള്ളതിൻ്റെ മെറിറ്റിനപ്പുറം ഈ പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധിയിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ, അത് പാർട്ടിയുടെ മെറിറ്റിനെ ന്യായീകരിക്കാൻ, പാർട്ടിയെ പ്രതിരോധിക്കുവാൻ സമൂഹമാധ്യമം, മാധ്യമങ്ങളെങ്കിൽ മാധ്യമങ്ങൾ, സമരങ്ങളെങ്കിൽ സമരങ്ങൾ, അതിലെല്ലാം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ് സ്വാഭാവികമായിട്ട് ഇതുണ്ടാകുന്നത്. പക്ഷേ ഞാൻ കാരണം പാർട്ടി പ്രവർത്തകർക്ക് തലകുനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എനിക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന കാര്യമാണ്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ എനിക്കെതിരായിട്ട് വന്ന കുറച്ചും താത്തു പിടിക്കാൻ എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ
ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. അവന്തിക അങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഓഗസ്റ്റ് മാസം 1-ാം തീയതി വൈകുന്നേരം 8:24 ഇത് ചാറ്റാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രിയിൽ 8:24 അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. കാണിക്കാമോ? അത് ഞാൻ കാണിക്കാം. അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഇപ്പൊ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ, എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. എന്ന് വെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ്. സമൂഹ മാധ്യമത്തിലൂടെ CPM മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ, വാലും തലയും. അപ്പം ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പോൾ അതിനുശേഷം ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം, സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു, സെൻഡ് ഇറ്റ് പ്ലീസ്. അതായത് ഇങ്ങനത്തെ കോള് വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ക്യാൻ ഐ ആസ്ക് ദം, ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ ഷുവർ. അപ്പം വാട്ട് ടൈം, കോളിനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്, വാട്ട് ടൈം. അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾക്കും. ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞത്. അപ്പൊ അത് സംസാരിക്കുന്നേ, നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കുന്ന ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിലും വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങളൊരു പ്രത്യേക സിറ്റുവേഷനിലാണ്, ലൈഫ് ത്രെട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങൾ കൈകാര്യം. പക്ഷെ ലൈഫ് ത്രെട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറയുന്നത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്കിതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടോ? പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. സംസാരിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ ക്ലിയർ ആയത്. ആരാ ഈ പരാതി പറഞ്ഞതാരാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് ഉന്നയിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെയല്ല, നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ
മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളും ഉണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല ഏതാണ് ചുമതല എന്താണ് ഇപ്പൊ? എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല. അപ്പോ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എനിക്കിങ്ങനെ അപ്പൊ അതിനുശേഷം അവര് അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു, അതായത് ഇവർ പുറത്തു പറയുന്ന ദിവസവും പിന്നുള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ്. അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ, അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല, അത് പുറത്തു പറയേണ്ട കാര്യമില്ല. ഇനി അന്നത്തെ ദിവസമാണ് ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോടിത് പറഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പൊ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് 2 തവണ അവരെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വോണ ടോക്ക് ടു യു എന്ന് പറയുന്നു. അപ്പോൾ ആ സംഭാഷണമുണ്ട്. അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റി പറയട്ടെ, അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ. അപ്പൊ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട്. ഇത് സംഭാഷണമാണല്ലോ. യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്തു പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ. ആ റെക്കോർഡിങ് അവർ തന്നെ എനിക്ക് അയച്ചു തരൂ. നിങ്ങളുടെ ഒരു യുക്തിയിൽ ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഞാൻ വലിയ ഒഫൻഡറായിട്ടാണല്ലോ ഇപ്പം മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത്. അക്കാലത്ത് ഇനി നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാള് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എന്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആള് എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിന്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത്? ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അവരെൻ്റെ സുഹൃത്താണ്. ഇപ്പോൾ നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ പേരിൽ നിങ്ങളെ തള്ളി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളിപ്പോൾ എനിക്കെതിരായി വാർത്ത കൊടുക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ അവര് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല. പക്ഷെ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ന് നടന്നതല്ല, ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്നതാണ്. അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത്. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ്, അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ തന്നെ മറുപടി. ഇതിന് പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വിശദീകരണം നൽകാൻ അങ്ങ് വൈകിയത്? ഇപ്പോ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും
വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ള ഒരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക? ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന്. വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ച്. ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം. ഞാനൊരു ചാറ്റ്, ആ ആളുടെ ചാറ്റ്, ഇനി ഞാൻ ആ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത്, പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത് അത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളെ അത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തും. അപ്പൊ അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സാധനമല്ല. പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകി എന്ന് ചോദിച്ചാൽ, ഇന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും. അതിന്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ഒഫൻഡർ ആണെന്നൊക്കെ പറയുന്നു. അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫൻഡർ ആണോ അല്ലയോ എന്ന് പറയേണ്ടത്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അപ്പം എനിക്കും എൻ്റെതായിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല. പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ചിലതൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ്. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല. പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട്, ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട്, ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും, അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിന്യായ കോടതിയിലൂടെയും യെസ്, ഇതായിരുന്നു പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണം. ഇത് ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ അവന്തികയുമായി സംസാരിച്ചതാണ്. ഓഗസ്റ്റ് 1 ഈ സംഭാഷണം. ആ സംഭാഷണ സമയത്ത് അവന്തിക എല്ലാം തള്ളിപ്പറയുകയാണ് ചെയ്തത്. അതേ അവന്തിക തന്നെ പിന്നീട് ഓഗസ്റ്റ് 21 രാഹുലിനെതിരെ രംഗത്ത് വരികയും എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 1 ചോദിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ പറയാതിരുന്നത് എന്നതും വ്യക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ പുറത്തുവിട്ട ആ ഓഡിയോ വെട്ടി വെയിലത്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. അവന്തിക അങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവന്തിക, ഇത് ഗൂഢാലോചനയാണ്. നമ്മൾ ഓഗസ്റ്റ് 1 രാത്രിയിൽ നടത്തിയ സംഭാഷണം, അത് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുകൾ, അതിനിടയിൽ എന്തോ ഗൂഢാലോചന നടന്നിരിക്കുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് മുഴുവൻ ആവർത്തിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നു, അതിൽ ഞാനും താങ്കളും അടക്കം പങ്കാളികളാണ് എന്നാണ് രാഹുൽ പറയുന്നത്. എനിക്ക് നിയമപരമായ ഏത് വഴിയിലും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ, അത് രാഹുലിനെ പോലെ ആരോപണം വരും, അത് അതുവഴി അങ്ങ് പൊക്കോളൂന്നല്ല, ഏത് നിയമവഴിയിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അവന്തികയുടെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ? ഞാനും തയ്യാറാണ്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്ന് അയാൾ വാദിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായ അയാൾ തന്നെ തെളിയിക്കട്ടെ. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നാൽ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങളിൽ നിന്ന് മുഴുവൻ ഒളിച്ചോടാനും രക്ഷപ്പെടാനും കഴിയുമെന്ന് അവന്തികയ്ക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ എനിക്ക് മാത്രം എന്താണ് മറുപടി തന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ റെക്കോർഡിന്റെ ഇതിൽ തന്നെയാണ് അയാൾ എനിക്ക് മറുപടി തന്നെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ള വ്യക്തികൾക്ക് ആർക്കും ഇയാൾ മറുപടി കൊടുത്തിട്ടുമില്ല. ഒരുപക്ഷെ അതൊരു ഗൂഢാലോചനയാണെങ്കിലോ മറ്റൊരു തന്ത്രമാണെങ്കിലോ ഉള്ളതിൽ വെച്ച് ഏറ്റവും കാഠിന്യം കുറഞ്ഞ പരാതി താങ്കളുടേതാണ്. മറ്റേതൊക്കെ ഗർഭചിത്രമാണ്. അപ്പൊ ആ വിവാദങ്ങളിൽ നിന്ന് വാർത്ത തിരിച്ചുവിടാൻ അതിലെ ഏറ്റവും ലഘുവായ ഒരു ആരോപണം മുമ്പിൽ വെച്ച് നടത്തുന്ന ഒരു നീക്കമാണെങ്കിലോ? മറ്റുള്ളവർക്കൊരു ബാക്ക് സപ്പോർട്ടും ഉണ്ട്. ബിക്കോസ് എനിക്കൊരു ബാക്ക് സപ്പോർട്ട് ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നാ ഇവിടെ പോരാടുന്നത്. എനിക്കൊരു പാർട്ടിയുടെ സപ്പോർട്ട് ബാക്കിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി കഴിഞ്ഞ ദിവസം ഇതൊരു തുറന്നു പറച്ചിൽ എന്നോട് നടത്തിയതിലൂടെ
ഞങ്ങളുടെ ചാനലിലൂടെ അത് തുറന്നു പറഞ്ഞതിലൂടെ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീഷണി നേരിടുന്ന സാഹചര്യം നിലവിലുണ്ടോ? നിരന്തരമായിട്ട് എനിക്ക് ഭീഷണികളാണ്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ എന്റെ ഫോട്ടോയും ചില മന്ത്രിമാരുടെ ഫോട്ടോയും ഞാൻ കൂടെയുള്ള ഫോട്ടോയും ചില നേതാക്കന്മാരുടെ കൂടെയുള്ള ഫോട്ടോയും എല്ലാം വെച്ചിട്ട് നിരന്തരമായി സൈബർ അറ്റാക്കിംഗ് ആയി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഫേക്ക് ഐഡിയകൾ ഉപയോഗിച്ച് എനിക്ക് മെസ്സേജുകൾ ഇഷ്ടം പോലെ മെസ്സേജ് റിക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു ഭാഗത്തുനിന്ന് കണ്ടില്ലെന്ന് നടിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് നിയമപരമായി ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് അവന്തികയാണ്? പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും നിയമ വഴിയിലേക്ക് നീങ്ങാൻ നിങ്ങൾ മടിക്കുന്നത്? നിയമപരമായി നേരിടാൻ എന്റെ കയ്യിൽ ടെലഗ്രാമിൽ അയച്ചിരിക്കുന്ന മെസ്സേജുകൾ വാനിഷ് മോഡിലാണ്. ആ മെസ്സേജുകൾ വീണ്ടെടുക്കാൻ എൻക്രിപ്റ്റഡ് ആണ്, വീണ്ടെടുക്കാൻ സാധിക്കാത്ത മെസ്സേജുകളാണ്. അതാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകുന്നത്. അത് വീണ്ടെടുക്കാൻ സാധിക്കാത്ത കാലം ഞാൻ നിയമപരമായി പോയാലും ഞാൻ ഫെയിൽ ആവുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതിനിടയിൽ അവന്തികയുടെ ഫോണിലേക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവന്തികയുടെ ഫോണിലേക്ക് ലൈവിൽ തത്സമയ സംപ്രേഷണത്തിനിടയിൽ ഫോണിൽ വിളിച്ച് തുടർച്ചയായി വിളിച്ചത് എന്തിനായിരിക്കാം? അയാൾക്ക് ഭയമുണ്ടായിരിക്കാം. ഇനി അല്ല, തെളിവുകളില്ലെങ്കിൽ പിന്നെ ഭയക്കുന്നത് എന്തിനാണ്? ബോധ്യമുണ്ടല്ലോ, അയാൾക്ക് സ്വയമേ ബോധ്യമുണ്ടല്ലോ, ഞാൻ ചെയ്തത് തെറ്റാനുള്ള ബോധ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് അയാൾ എന്നെ വിളിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ സൈബർ പോലീസിന്റെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ ചാറ്റുകളും അത് റിക്കവർ ചെയ്യാനുള്ള റിട്രൈവ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഭയന്നാണ് നിയമപരമായ വഴികളിലേക്ക് പോകാതിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ചോദ്യം ചെയ്യുന്ന ഒരു ആരോപണവുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ വിവാദങ്ങൾക്കിടയിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. യെസ്, എന്തായാലും അവന്തിക ന്യായമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കുണ്ടായ അനുഭവമാണ്. ഈ റിപ്പോർട്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാൻ നിഷേധിക്കുകയും പിന്നീട് വിളിച്ച ആ സെയിം റിപ്പോർട്ടർ അടുത്താണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ തുറന്ന് സംസാരിക്കുന്നത്. അതിൽ ഞാനും റിപ്പോർട്ടറും തമ്മിൽ അല്ല വേറെ ആരെങ്കിലും തമ്മിൽ ഗൂഢാലോചനയാണ് ഫലമെന്നല്ല. എന്റെ പുറകിൽ ആരും തന്നെ ഇല്ല എന്നുള്ള ഒരു ബലത്തിന്റെ പുറത്തായിരിക്കണം ഇയാൾ ഇത്തരത്തിൽ എനിക്ക് തന്നെ മറുപടി തന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പാലക്കാട് നിന്നുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കളുമായി അടക്കം താങ്കൾക്ക് അടുത്ത ബന്ധമുണ്ട്, വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലില്ലേ എന്നൊരു സംശയം കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്നവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടി എന്താണ്? എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇയാളിൽ നിന്ന് എനിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിലെങ്ങനെ ഗൂഢാലോചന എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഗൂഢാലോചന ആണെങ്കിൽ ഇയാൾ എന്തിനാ നിരന്തരം വന്ന ആ സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നത്? അതും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ലൈവിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തും നിങ്ങൾ കണ്ടതാണ് എനിക്ക് കോള് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഞാൻ ഓഗസ്റ്റ് 1 അവന്തികയുമായി കോൺഫറൻസ് കോളിൽ അരുണിമ കണക്ട് ചെയ്തു തന്ന കോൺഫറൻസ് കോളിൽ ഞാൻ അവന്തികയുമായി ഫോണിൽ സംസാരിക്കുകയും അവന്തിക അങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് ആരാണ് എന്നോട് ഇത് പറഞ്ഞതെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഞാനത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഫോൺ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ റെക്കോർഡ് അവന്തിക തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ രാഹുൽ നിങ്ങൾക്ക് നൽകിയ മറുപടി എന്തായിരുന്നു? രാഹുൽ എനിക്ക് നൽകിയ മറുപടി, എനിക്ക് ആ വോയിസ് റെക്കോർഡ് കോൾ റെക്കോർഡ് ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാനത് അയച്ചു കൊടുത്തതിന് ശേഷം യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അതെന്തിനാണ് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് കൂടെ സ്റ്റാൻഡ് ചെയ്യാൻ പറഞ്ഞത്? അന്ന് ആരോപണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ ഭയന്നിരുന്നു ഈ രാഹുലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ എനിക്ക് നേരെ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. പിന്നീട് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്കിത് തുറന്നു പറയാം, കൂടെ പിന്നിൽ ആരുമില്ല എങ്കിലും ഇത് തുറന്നു പറയാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയത് എപ്പോഴാണ്? ഉൾപ്പെടെ വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നു പറയാനായിട്ട് സമ്മതം മൂളിയത്. അപ്പൊ നിലവിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ആരോപണത്തെ, രാഹുൽ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ ആരോപണത്തോട് നിങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? നിയമവഴികൾ തേടുമോ അതോ മറ്റെന്തെങ്കിലും? ഇത് ഒരിക്കലും ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടുള്ളതല്ല. എനിക്കുണ്ടായ അനുഭവമാണ്. പേഴ്സണലി എനിക്ക് അറിയത്തുള്ളൂ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന്. ആ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഡാൻ കുര്യൻ തന്നെയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, രാജ്യസമ്മർദ്ദം അതിശക്തമായി ഉയരുന്നുണ്ട് പാർട്ടിയിൽ നിന്ന്. അതിനിടെയാണ്
കടിച്ചു തൂങ്ങാനുള്ള എല്ലാ ശ്രമവും രാഹുൽ നടത്തുന്നത്. രാഹുലിൻ്റെ വാദം പക്ഷേ പൊളിയുന്നുണ്ട്. കാരണം നമ്മൾ ഈ പ്രതികരണം, അവന്തികയുടെ പ്രതികരണം കേൾപ്പിക്കുമ്പോൾ തന്നെ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ ഇതായിരുന്നില്ലല്ലോ അവന്തികയുടെ നിലപാട് എന്ന് കൃത്യമായി ചോദിക്കുകയും അതിന് അവന്തിക തന്നെ മറുപടി പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മറ്റു പല വിമർശനങ്ങൾക്കും രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും മറുപടി ഉണ്ടായിട്ടുമില്ലല്ലോ. അഭിലാഷ്, അതായത് ഓഗസ്റ്റ് 1-ാം തീയതി വൈകിട്ട് കോൺഗ്രസിൻ്റെ ഒരു ട്രാൻസ് നേതാവുമായാണ് ഞാൻ ഇങ്ങനെയൊരു ആരോപണം പറഞ്ഞു കേൾക്കുന്നു. അവന്തിക എന്നൊരാൾ നിങ്ങളുടെ സമൂഹത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ട്, പക്ഷേ അത് കോൺഗ്രസ് സംഘടനയുടെ ഭാഗമല്ല, അവർ BJPയുടെ ഭാഗമായിട്ടുള്ള ഒരു ട്രാൻസ് ആക്ടിവിസ്റ്റ് ആണ് എന്ന് പറയുന്നു. ഞാൻ അവരുടെ നമ്പർ എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്പർ തരാനൊരു പരിമിതിയുണ്ട്, കാരണം അതിൽ അവർക്കൊരു ലിമിറ്റേഷനുണ്ട്. വേണമെങ്കിൽ കോൺഫറൻസ് കോളിൽ ഇടാമെന്ന് പറയുന്നു. കോൺഗ്രസിൻ്റെ തന്നെ ട്രാൻസ് നേതാവായ അരുണിമ കുറുപ്പാണ് ഈ കോൺഫറൻസ് കോളിൽ അവന്തികയെ കൂടി കണക്ട് ചെയ്യുന്നത്. അങ്ങനെ അവന്തികയോട് ഞാൻ ആദ്യം ഈ ചോദ്യം ചോദിക്കുന്നു. അവന്തിക അത് മുഴുവൻ നിഷേധിക്കുന്നു, അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പോൾ നിഷേധിക്കുന്ന ഒരാളോട് എന്നോടത് ആരാണ് പറഞ്ഞത് എന്ന ചോദ്യം ആവർത്തിക്കുമ്പോൾ നിങ്ങളത് നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ ഞാനത് പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനും അവിടെ വെച്ച് ആ കോള് കട്ട് ചെയ്ത് പോവുകയായിരുന്നു. എന്തായാലും ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ 20-ാം തീയതിയാണ് റിനി അന്ന കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് തനിക്ക് ഒരു യുവ രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായി, തുടർച്ചയായി പലതവണ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ അത് അറിയിച്ചിട്ടും അത് വീണ്ടും തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ തുറന്നു പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ ഹൂ കയേഴ്സ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിന് തൊട്ടു പിറ്റേ ദിവസം കഴിഞ്ഞ ഓഗസ്റ്റ് 21-ാം തീയതി രാവിലെ കോൺഗ്രസിൻ്റെ തന്നെ ട്രാൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായ ഒരു യുവതിയാണ് എന്നെ വിളിച്ച് അവന്തികയ്ക്ക് നിങ്ങളോട് സംസാരിക്കണം, അന്ന് നിങ്ങൾ അവന്തികയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഉൾഭയം മൂലമാണ് അവർ പല കാര്യങ്ങളും തുറന്നു പറയാതിരുന്നത്. പക്ഷേ റിനി ഇങ്ങനെ പറഞ്ഞതിൻ്റെ ധൈര്യത്തിൽ അവന്തികയും അത് പറയാൻ തയ്യാറായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം ഫോണിൽ വിളിക്കുന്നു. വൈകുന്നേരം 3 മണി കഴിയുന്ന സമയത്താണ് ഞാൻ അവന്തികയുമായി സംസാരിക്കുന്നത്. നമ്മൾ 5 മണിക്ക് ആ വാർത്ത സംപ്രേഷണം ചെയ്യുന്നു. ആ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയാണെങ്കിൽ രാഹുലിന് നിയമവഴികൾ തേടാനുള്ള എല്ലാ സാധ്യതയും മുമ്പിൽ നിൽക്കുമ്പോഴാണ് തത്സമയ സംപ്രേഷണം നടക്കുന്നതിനിടയിൽ വൈകിട്ട് 5:38 രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ നിന്ന് അവന്തികയുടെ ഫോണിലേക്ക് ഈ കോൾ എത്തുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ അത് എല്ലാവർക്കും ഒരുപോലെ ബോധ്യപ്പെടുമെന്നാണ് കരുതുന്നത്. എനിക്ക് മെസ്സേജ് അയക്കുന്നത്, മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആൾക്ക് താല്പര്യമുണ്ട്, അത് ഇവിടെ വെച്ച് സാധിക്കില്ല, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി റേപ്പ് ചെയ്യണമെന്നാണ്, നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് രാഹുൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. കാരണം ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. അയാളുടെ ഒരു ലൈംഗിക വൈകൃതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ് അയാൾ, നമ്മളാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാൾ നിയമസഭയിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളാണ് എന്നെ പോലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റേപ്പ് ചെയ്യണമെന്ന്. എത്ര തരം താന്ന രീതിയിലാണ് അത്, എത്ര ധൈര്യത്തോടെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള ധൈര്യം രാഹുലിന് ആ ഗഡ്സും എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയാം. ഇന്നലെ തന്നെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ ഡിസപ്പയറിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ. നമ്മൾ ആ മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് ഡിലീറ്റ് ആയി പോകും. അത്തരത്തിലുള്ള മെസ്സേജുകളാണ് അയാൾ അയക്കുന്നത്. അയാൾ ഇന്ന് രാവിലെ അയാൾ പത്രസമ്മേളനം നടത്തുന്ന കുറച്ച് തൊട്ട് മുന്നേ വരെ എന്നെ വിളിച്ച വ്യക്തിയാണ്. എനിക്ക് നല്ല കോളുകൾ 3-4 കോളുകൾ വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് വിളിക്കാനായിട്ട് കുറച്ച് ലേറ്റായി. ഞാൻ തിരിച്ചു വിളിച്ച കാര്യം എന്താ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒരു പത്രസമ്മേളനം അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നീടാണ് ഞാൻ ന്യൂസ് ഒക്കെ നോക്കുമ്പോൾ ഇയാൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആരോപണങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇയാൾ ചോദിക്കുന്നത് പരാതി എവിടെ, പരാതിക്കാരെയും ഇരകളാകപ്പെട്ട വ്യക്തികളെ ഇയാൾ അധിക്ഷേപിക്കുകയാണ് സമൂഹത്തിന്റെ മുന്നിൽ. ഒരു പരാതി പറഞ്ഞാൽ എന്റെ പേര് പറഞ്ഞില്ലോ, അയാളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇയാൾ നടത്തുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഒരു പ്രശ്നമുണ്ട്, പരാതി നമുക്ക് പ്രശ്നമുണ്ട്, അത് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഇയാള്
ഇയാൾ ചെയ്ത് തെറ്റികളെ ന്യായീകരിക്കാനായിട്ട് പല വിധത്തിലുള്ള വഴികൾ ഇയാൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പരിചയപ്പെടുന്ന തൃക്കാക്കര ബൈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണ് എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതിനുശേഷം ഉടനെ തന്നെ എവിടുന്നാണ് ഇങ്ങനെ ഒരു സാധാരണ വേറൊരാൾക്കും കിട്ടാത്ത ഒരു ഗഡ്സ് ആണ് രാഹുലിന് കിട്ടിയിരിക്കുന്നത്. എവിടുന്ന് കിട്ടി ഇത്തരത്തിൽ സംസാരിക്കാനുള്ള ഗഡ്സ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരാളെ റേപ്പ് ചെയ്യണമെന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കണ അയാൾക്കുള്ള ആ ഗഡ്സ്, അതും ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇത്ര നിയമ സംവിധാനങ്ങളും ഉള്ള നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്ക് അയക്കുന്ന മെസ്സേജാണ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന്. അത് ശരിക്കും അയാൾ റേപ്പിസ്റ്റ് ആണ്. ഇതായിരുന്നു അന്നത്തെ സംഭാഷണം. നമ്മൾ ഈ അവന്തികയുമായി തത്സമയം ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ സൂമിൽ അവർ നമ്മളോട് ഈ കാര്യങ്ങൾ ദുരനുഭവം വിശദീകരിക്കുന്നതിനിടയിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അവന്തികയെ ഫോണിൽ വിളിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അവന്തിക തന്നെ നമ്മുടെ ന്യൂസ് ഡെസ്കിലേക്ക് അയച്ചു നൽകിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 5:30 ആ സമയത്ത് അവന്തികയെ രാഹുൽ മങ്കൂട്ടത്തിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടതിൻ്റെ വിശദാംശങ്ങളാണ് അത്. പക്ഷേ അതിന് അവന്തിക നൽകിയ മറുപടി അടക്കം നമ്മളന്ന് കൃത്യമായി സംപ്രേഷണം ചെയ്തതുമാണ്. അതിനുശേഷമാണ് ഇതേ കാര്യം മറ്റ് പ്രമുഖ മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം അവന്തിക ആവർത്തിച്ചത്. പക്ഷേ ഓഗസ്റ്റ് 1 നടത്തിയ ഈ സംഭാഷണത്തിൻ്റെ റെക്കോർഡ് അവന്തിക തന്നെ രാഹുൽ മങ്കൂട്ടത്തിന് അയച്ചു നൽകിയതാണെന്ന് ഇന്ന് അവന്തിക തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം രാഹുൽ ഒപ്പം ഉണ്ടാകില്ലേ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നു. ഓക്കെ എന്ന് അവന്തിക തന്നെ മറുപടി പറയുകയും ചെയ്യുന്നു. ആ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗം കേൾപ്പിച്ചുകൊണ്ടാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുത്തി തീർക്കാൻ രാഹുൽ മങ്കൂട്ടത്തിൽ ശ്രമിച്ചത്. രാഹുൽ വിജയിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭാഷണം നടത്തുന്നതിന് മുമ്പ് അവന്തികയുമായി ഈ പ്രശ്നം സെറ്റിൽ ചെയ്തതിന് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം പുറത്ത് ലോകത്തേക്ക് എത്തിക്കുന്നതെങ്കിൽ രാഹുലിന് തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങളൊക്കെ പ്രതിരോധത്തിലാകുമായിരുന്നു. പക്ഷേ രാഹുൽ ഈ ഒരു ആരോപണം ഉന്നയിച്ച് മിനിറ്റുകൾക്കകം രാഹുലിൻ്റെ നിലപാട് തള്ളിക്കൊണ്ട് അവന്തിക തന്നെ മറ്റെല്ലാ മാധ്യമങ്ങൾക്ക് മുമ്പിൽ രംഗത്തെത്തി. തന്നോട് മോശമായി പെരുമാറിയ കാര്യം അന്ന് പറയാതിരുന്നത് ഉൾഭയം മൂലമാണ് എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അത് എവിടെ വേണമെങ്കിലും പറയാൻ താൻ തയ്യാറാണ്, നിയമപരമായി ഏത് അന്വേഷണവും താൻ നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, തനിക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങളെ ഏറ്റവും കാഠിന്യം കുറഞ്ഞതായിരുന്നു ഈ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിൻ്റെ ആരോപണം. അതിനപ്പുറത്തേക്ക് മറ്റുള്ളതൊക്കെ ഞാൻ പറയാതെ തന്നെ കേരളം ചർച്ച ചെയ്തതാണ്. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു മറുപടിയും നൽകാതെയാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം മുമ്പിൽ വെച്ചുകൊണ്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന സന്ദേശം വ്യക്തമാക്കി രാഹുൽ മങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് തൻ്റെ വീടിനുള്ളിലേക്ക് മടങ്ങിയത്. എന്തായാലും രാഹുൽ ഇപ്പോഴും വസതിയിൽ തന്നെ തുടരുകയാണ്. ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ജോസഫ് വാഴക്കൻ, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ രാഹുലിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാലത്തും കോൺഗ്രസിൽ അങ്ങനെ അഭിപ്രായം പറയുന്നത് വിലക്കിയിട്ടില്ല. അങ്ങനെയുള്ള വിലക്കുകളൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുലിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം പുറത്തേക്ക് വന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. തീർച്ചയായും അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നുള്ള പറയാത്തൊരു സാഹചര്യത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് ഒന്നും പോകാതെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമെന്ന് പറയുന്നത് ധാർമ്മികതയാണ്. നിയമത്തെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ പരിസരമാണ് കേരളത്തിലുള്ളത്. അത് CPM ഒന്നും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ BJP പാലിക്കുന്നില്ല എന്നത് വേറെ കാര്യം. എങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം. ഉമാ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് രാഹുൽ ഒന്നുകിൽ ഇതൊക്കെ തെറ്റായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഒരു നിയമ നടപടി സ്വീകരിക്കണം, ഈ നിശബ്ദത എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയെന്ന് അംഗീകരിക്കുന്ന എന്നാണ് ഉമാ തോമസ് MLA പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മൗനം സമ്മതം എന്നാണല്ലോ പൊതുവെ ഒരു മലയാളത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. എന്തു തന്നെയായാലും കോൺഗ്രസ് രാഷ്ട്രീയം എല്ലാ കാലത്തും മാനവികതയും സ്ത്രീപക്ഷ നിലപാടും ഉയർത്തിപ്പിടിക്കുന്നതാണ്. CPM-നെ പോലെയല്ല. CPM-ന്റെ വനിതാ നേതാക്കന്മാർ ഇപ്പോൾ മുകേഷിൻ്റെ എത്രയെത്ര സ്ത്രീപീഡന കേസുകൾ, എന്താ പറയുക, ഗാർഹിക പീഡനവും സ്ത്രീ പീഡനവും ഒക്കെ വന്നപ്പം അതിന് വെള്ള പൂശിയ വനിതാ നേതാക്കന്മാർ
സ്വന്തം പാർട്ടിയിലെ ഒരു യുവതിക്ക് നേരെ സ്വന്തം പാർട്ടിയുടെ MLA ആക്രമണം നടത്തിയെന്ന പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കെതിരായി നിലപാടെടുത്ത് റിപ്പോർട്ട് കൊടുത്ത ശ്രീമതി ടീച്ചർ അടക്കം വന്നെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജയില്ലേ ശ്രീമതി ടീച്ചറെ? തീവ്രത അടക്കാൻ പോയിട്ട് കോൺഗ്രസിനെ മൂല്യം പഠിപ്പിക്കാൻ വേണ്ട കാര്യമില്ല. കോൺഗ്രസ് വളരെ കൃത്യമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യാത്ത രീതിയിൽ 24 മണിക്കൂറിനകം ആദ്യ സ്റ്റെപ്പ് എടുത്തു. അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിൽ വലിയ ചർച്ച നടത്തി എല്ലാവരും ഒരു അഭിപ്രായ ഐക്യത്തിലെത്തി. തീർച്ചയായും പാർട്ടി നിലപാട് പറയും. ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി വലിയൊരു പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ്. ഇതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരിക്കുകയാണ്. അത്തരം ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ്, ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏർപ്പെടുത്തണം. രാഹുലിനെതിരെ ഇപ്പോൾ 2-3 ദിവസമായി ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. എനിക്കതിൻ്റെ കൃത്യമൊന്നും നിജസ്ഥിതിയൊന്നും അറിയില്ല. ഇത് തെറ്റാണ് എങ്കിൽ രാഹുൽ അത് സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തണം, അല്ലെ പാർട്ടിയെങ്കിലും ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ, നിരപരാധിത്വം തെളിയിച്ച് പാർട്ടിക്ക് മുമ്പിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, സമൂഹത്തിന് മുമ്പിൽ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ഇതാണ് എൻ്റെ നിലപാട്. MLA സ്ഥാനത്ത് നിന്ന് മാത്രമല്ല മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തണമെന്ന് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. ഇതിനകത്ത് രാഹുലിനെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. ഇത് ഉചിതമായ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇത് പൊതു മനസാക്ഷിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ സ്ത്രീകളെ ആശങ്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇതിനാണ് പ്രസക്തി. MLA സ്ഥാനം രാജിവെച്ചാൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാനാകുമെന്നായിരുന്നു KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. MLA സ്ഥാനത്തിന്റെ കാര്യത്തിലും അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള രാജി സാധാരണഗതിയിൽ ഒരു കൺവിക്ഷൻ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ചില സാഹചര്യത്തിലോ ആണ് ജനപ്രതിനിധി നിയമപ്രകാരം തന്നെ അതെടുക്കേണ്ടത്. ഒരു ഷേഡിയായിട്ട് ഒരു യുവ MLA, കോൺഗ്രസിന്റെ MLA അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പുതിയ, ഞാൻ പറയുന്ന മുൻകാലങ്ങളിൽ ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോ അത്തരത്തിൽ പോലും കോൺഗ്രസ് ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വ്യത്യസ്തമായ, ഏറ്റവും ആർജവമുള്ള, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കും. കുറ്റക്കാരെ സംരക്ഷിക്കാൻ പാടില്ലെന്നും ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നും വടകര MLA KK രമ ആവശ്യപ്പെട്ടു. ഇതുപോലെ ആരോപണ വിധേയരായ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല. നിരവധി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അത് ആ പാർട്ടി ആ തീരുമാനം, അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ആ പാർട്ടി എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേസ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും വിഷയമേ അല്ല, ഒരു മാതൃകാപരമായ തീരുമാനമായിട്ടുണ്ടാകണം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തക്ക സമയത്ത് ഉചിതമായ തീരുമാനം അറിയിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാജി ആവശ്യം ആരും ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ല. മുതിർന്ന നേതാക്കളുമായി താനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി. ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റേതായ സമയത്തെടുക്കും. എല്ലാ നേതാക്കന്മാരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് പരിഗണിച്ച് ഉചിതമായ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ VD സതീശൻ. ചോദ്യങ്ങൾ കേൾക്കാത്ത മട്ടിൽ സതീശൻ മടങ്ങി. അല്ല, ഇക്കാര്യത്തിൽ BJP പറയുന്നത്
എസിയും ബിഡിയും ചേർത്ത് സംരക്ഷിക്കുന്നു എന്നാണ് ഈ ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളും വന്നത്. എന്തുകൊണ്ടാണ് രാജിയില്ലാത്തത്? ആരാണ് ആവശ്യപ്പെടാത്തത്? രാജി ആരാണ് ആവശ്യപ്പെടാത്തത്? പരസ്യ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. രാഹുലിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് കൂട്ടായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നടപടിയെടുക്കില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. വനിതാ കമ്മീഷനെതിരെ വിമർശനവും ഉന്നയിച്ചു. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന കമ്മീഷൻ അതിൽ ഉറച്ചു നിൽക്കുമോ എന്ന് പരിശോധിക്കണമെന്നും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് INTUC സംസ്ഥാന നേതൃത്വം. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് ഏടാണിയാണ് രാജി ആവശ്യം ഉന്നയിച്ചത്. കേരളം 2 തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുക്കുകയാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി യാത്രയ്ക്ക് മങ്ങൽ ഏൽപ്പിക്കാൻ BJPയും CPIഎമ്മും ഗൂഢാലോചന നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി കോൺഗ്രസ് ചോദിച്ചു വാങ്ങണമെന്നാണ് മനോജ് ഏടാണിയുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ പരാതിയുമായി അവന്തിക തന്നെ സമീപിച്ചിരുന്നുവെന്ന് BJP നേതാവ് പ്രശാന്ത് ശിവൻ. താനാണ് രാഹുലിന്റെ ചാറ്റ് പുറത്തുവിടാൻ ധൈര്യം നൽകിയത്. ചാറ്റ് തനിക്ക് അയച്ചു തന്നിരുന്നു. അവന്തികയുടെ പഴയ ഓഡിയോ വെച്ചാണ് രാഹുൽ ഇപ്പോൾ ഇരവാദം ഉന്നയിക്കുന്നത് എന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ആരോപണം ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച് BJP. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായി ലൈംഗിക ആരോപണത്തിൽ എന്നാണ് പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള ചിത്രവും പോസ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കേരള സ്കൂൾ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളൊക്കെ TV കാണുന്നവരാണ് എന്നും 75% വാർത്തകളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റിയാണ് എന്നും മന്ത്രി പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ആരോപണം ഗൗരവതരമെന്ന് മന്ത്രി P രാജീവ്. രാഹുലിന് സംരക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നവർക്കും ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമെന്നും മന്ത്രി പറഞ്ഞു. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ഇനിയും തുടരുന്നത് നാണക്കേടാണ്. കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ സംരക്ഷിക്കുകയാണ് എന്നും K കൃഷ്ണൻകുട്ടി വിമർശിച്ചു. കോൺഗ്രസ് രാഹുലിനെ രാജിവെപ്പിക്കണമെന്ന PV അൻവർ. ആ നിലപാടെടുത്താൽ കോൺഗ്രസിന് ഗുണകരമാകും. മറിച്ചാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയുണ്ടാകുമെന്നും രാഹുൽ ഇന്ന് കോൺഗ്രസിനുണ്ടായ ക്യാൻസർ ആണ് എന്നും PV അൻവർ വിമർശിച്ചു. ഷാഫി പറമ്പിൽ MPയെ പൊതുപരിപാടികളിൽ DYFI CPIM പ്രവർത്തകർ തടയാൻ വന്നാൽ ശക്തമായി നേരിടുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. വടകരയിൽ ഷാഫിക്കെതിരെ നടന്ന പ്രതിഷേധം അപലപനീയമാണ്. പാർട്ടി പരിപാടിയിലും പൊതുപരിപാടിയിലും വന്ന് നേതാക്കളെ തടയുന്നത് നല്ല കീഴ്വഴക്കമല്ല എന്നും പ്രവീൺകുമാർ പറഞ്ഞു. ഇടവേള. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമോ ഇങ്ങനെയുള്ള. അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പയറിങ് മെസ്സേജാണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃത എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും. ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ
നമുക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്, മാത്രമല്ല സമൂഹത്തിലെ ഒരു MLA ആണ്. അപ്പോൾ തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയോട് സഹകരിക്കണോ എന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം. JPC-യിലേക്ക് ആരെയും നാമനിർദ്ദേശം ചെയ്യില്ല എന്നാണ് തൃണമൂലിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും നിലപാട്. JPC പ്രഹസനമാണ് എന്നും ബിൽ അവതരണത്തിൽ തന്നെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നും തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയാൻ പ്രതികരിച്ചു. എന്നാൽ സഹകരിച്ചില്ലെങ്കിൽ വിയോജിപ്പ് അറിയിക്കാൻ വേദിയില്ലാതാകുമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കത്തിന് തിരിച്ചടി. ഇന്ത്യ സഖ്യം ചർച്ച നടത്തിയിട്ടില്ല എന്നും കർഷകർ നേരിടുന്ന വളം പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കുന്നവർക്ക് ഒപ്പം നിൽക്കും എന്നും BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു പ്രതികരിച്ചു. YSR കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പിന്തുണച്ചേക്കുമെന്നാണ് വിവരം. രണ്ട് പാർട്ടികൾക്കുമായി 15 MPമാരാണുള്ളത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ആദ്യം അറസ്റ്റിലായ അബൂബക്കറിന്റെ കുടുംബം അബൂബക്കറല്ല കൊലയാളി എന്ന് തെളിഞ്ഞിട്ടും ഇല്ലാത്ത തെളിവുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അബൂബക്കർ റംലിയുടെ വീട്ടിൽ പോയത് കത്ത് നൽകാനാണ് എന്നും ഇതിന്റെ പേരിൽ കൊലപാതകിയാക്കിയെന്നും മകൻ റാഷിം പറഞ്ഞു. ധർമ്മസ്ഥല കേസിൽ SITയുടെ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ ഇയാൾ ഉറച്ചു നിൽക്കുന്നതോടെ മണ്ണുകുഴിച്ചുള്ള പരിശോധന പുനരാരംഭിക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ SITയുടെ നീക്കം ഇനിയെന്ത്? ഓരോ ദിവസം കഴിയുമ്പോഴും കേസിൽ വലിയ വഴിത്തിരിവാണുണ്ടാകുന്നത്. തെളിവിനായി ഹാജരാക്കിയ തലയോട്ടി വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 10 ദിവസത്തേക്കാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. തലയോട്ടി എവിടെ നിന്ന് ലഭിച്ചുവെന്നും എന്തിനാണ് കോടതിയിൽ തെളിവായി ഹാജരാക്കിയതെന്നും കണ്ടെത്തുന്നതിനായാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. ഹാജരാക്കിയ തലയോട്ടി പുരുഷന്റേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിച്ചു എന്ന വെളിപ്പെടുത്തലിൽ ഇയാൾ ഉറച്ചു നിൽക്കുന്നതായാണ് വിവരം. ഈ സാഹചര്യത്തിൽ മണ്ണുകുഴിച്ചുള്ള പരിശോധന പുനരാരംഭിക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നു. ഇതിനിടയിൽ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടും അവ്യക്തത തുടരുന്നു. ഇങ്ങനെ ഒരു മകളില്ല എന്ന പ്രസ്താവനയുമായി സുജാത ഭട്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ ഇവരുടെ വെളിപ്പെടുത്തൽ. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ 4-നാണ് മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകുന്നത്. ജൂലൈ 4-ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തുടർന്ന് ജൂലൈ 19-നാണ് വിശദമായ അന്വേഷണത്തിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക സംഘം രൂപീകരിച്ചത്. ന്യൂസ് 18 ധർമ്മസ്ഥല. പത്തനംതിട്ട മുൻ SPക്കെതിരെ വനിതാ SIമാർ ഉന്നയിച്ച പരാതിയിൽ ആഭ്യന്തര അന്വേഷണം. വനിതാ SIമാരുടെ മൊഴി രേഖപ്പെടുത്തിയ റേഞ്ച് DIGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയച്ചു, അനുകൂല സമീപനം ഉണ്ടാകാതിരുന്നപ്പോൾ ശിക്ഷണ മനോഭാവത്തോടെ പെരുമാറി തുടങ്ങിയവയാണ് SPക്ക് എതിരായ പരാതി. കേരളത്തിലെ പൊതുപ്രവർത്തകരടക്കം ലൈംഗികാരോപണം നേരിടുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കടക്കം കളങ്കം വരുത്തുന്ന തരത്തിൽ ലൈംഗികാരോപണവുമായി വനിതാ SIമാർ രംഗത്ത് വന്നിട്ടുള്ളത്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നും ഇതിന് അനുകൂലമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നുവെന്നും കാട്ടിയാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് DIG നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് നടത്തിയത്. ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾക്കൊപ്പം തന്നെ ഇതിന് അനുഭാവപൂർണമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികളും അതിനനുസരിച്ചുള്ള കൂടുതൽ കടുത്ത കാര്യങ്ങളിലേക്കടക്കം ഈ SP കടന്നിരുന്നു എന്നാണ് വനിതാ SIമാർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയം ലൈംഗികാരോപണത്തിനിടെ പ്രക്ഷുബ്ധമായിരിക്കുന്നതിനിടയിലാണ് പോലീസ് സേനയിൽ നടക്കം കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഈ പരാതിയും അതിനെ തുടർന്നുള്ള റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തുടർന്നുള്ള അന്വേഷണം നടത്തി കനത്ത അച്ചടക്ക നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. തിരുവനന്തപുരം കല്ലമ്പലത്തെ 7 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 79 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളിയെയാണ് വർക്കല അതിവേഗ കോടതി ശിക്ഷിച്ചത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് 9 വർഷം കഠിന തടവ്. പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം കഠിന തടവ് 30 വർഷം. പോക്സോ നിയമം 6-ാം വകുപ്പ് പ്രകാരം 40 വർഷം കഠിന തടവ്.
7 വയസ്സുകാരനോടുള്ള ക്രൂരതയ്ക്ക് ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളി ആകെ 79 വർഷം തടവനുഭവിക്കണം. 3 കേസിലും 50,000 രൂപ വീതം പിഴയുണ്ട്. പിഴയടയ്ക്കാതിരുന്നാൽ 1 വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 18 സാക്ഷികളെ വിസ്തരിച്ചു. 21 രേഖകളും 4 മെറ്റീരിയൽ ഓഫീസ് MOസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കേസ് 377 IPC പ്രകാരം 9 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും, സെക്ഷൻ 4(3A) പോക്സോ ആക്ട് പ്രകാരം 30 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും, സെക്ഷൻ 6(5M) പ്രകാരം പോക്സോ ആക്ട് പ്രകാരം 40 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും ആണ് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകണം. കൂടുതൽ നഷ്ടപരിഹാരം അനുവദിക്കാൻ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. 2019 കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോഴായിരുന്നു പീഡനം. വിവരം കുട്ടി രക്ഷിതാക്കളെ അറിയിക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കല്ലമ്പലം പോലീസാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കണ്ണൂർ തോട്ടടിയിൽ SFI നേതാവിന് കുത്തേറ്റു. എടക്കാട് ഏരിയ സെക്രട്ടറി KM വൈഷ്ണവിനാണ് കുത്തേറ്റത്. ലഹരി മാഫിയ സംഘമാണ് ആക്രമിച്ചത്. ബൈക്കിലെത്തിയ സംഘം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്ത സംഘത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിലായിരുന്നു ആക്രമണം. കൈക്കും കാലിനും കുത്തേറ്റ വൈഷ്ണവിനെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളിൽ പോഷകാഹാരക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തൈക്കാട് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് അയച്ച കത്ത് പുറത്ത്. നിലവിൽ ഛർദിയും വയറിളക്കവും ബാധിച്ച 6 കുട്ടികളെ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്ഥിരം ഡയറ്റീഷ്യൻ പോലും ഇല്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പോഷകാഹാരക്കുറവ് രൂക്ഷമായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നും കത്തിൽ പറയുന്നുണ്ട്. ഇടവേള. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം. ഇവിടേക്ക് ഇങ്ങനെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വെള്ളറടയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് വാഹനത്തിൽ ടോറസ് ലോറിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കോട്ടാറിൽ നിന്നും പലവ്യഞ്ജന സാധനങ്ങളുമായി വന്ന മിനി ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. സമാന ദിശയിൽ കുടപ്പനമൂട് ഭാഗത്തേക്ക് നിർമ്മാണ സാധനങ്ങൾ കയറ്റി വന്ന ടോറസ് മിനി ലോറിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മിനി ലോറി സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. തലകീഴായി മറിഞ്ഞ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് മണ്ണാർക്കാട് കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടം. ഒരേ ദിശയിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിറകിൽ അമിത വേഗത്തിൽ എത്തിയ കാർ ഇടിക്കുകയായിരുന്നു. മേലെ കൊടക്കാട് ആണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് നഗരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ ഇരുചക്ര വാഹന യാത്രക്കാരായ ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് നരിക്കുനി റൂട്ടിലോടുന്ന ബിൽസാച്ച് ബസ്സിലെ ജീവനക്കാർക്ക് എതിരെ ആണ് പരാതി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ദമ്പതികളെ അമിത വേഗത്തിൽ വന്ന ബസ് ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു. ഇക്കാര്യം ചോദ്യം ചെയ്തതിനെ ചൊല്ലി ബസ്സിലെ ജീവനക്കാർ ഇറങ്ങി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി.
ചേതേശ്വർ പൂജാര രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യക്കായി 103 ടെസ്റ്റിൽ നിന്ന് 7195 റൺസ് നേടിയിട്ടുണ്ട്. 206 റൺസാണ് ടെസ്റ്റിലെ ഉയർന്ന സ്കോർ. 19 സെഞ്ചുറിയും 35 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ഇന്ത്യക്കായി അവസാനം കളിച്ചത് 2023 ആണ്. രാഹുൽ ദ്രാവിഡിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വൻമതിലായി ക്രിക്കറ്റ് ലോകം പുകഴ്ത്തിയിരുന്നത് ചേതേശ്വർ പൂജാരയാണ്. 2010 ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു പൂജാരയുടെ അരങ്ങേറ്റ മത്സരം. ഈ വർഷത്തെ ദ ന്യൂ ഇന്ത്യൻ ടൈംസ് സൗത്ത് ഇന്ത്യൻ മീഡിയ അവാർഡ് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് ഏറ്റുവാങ്ങി. 2025 ബെസ്റ്റ് എക്സലൻസ് ഇൻ ആങ്കറിംഗ് പുരസ്കാരമാണ് ഏറ്റുവാങ്ങിയത്. ബാംഗ്ലൂരു പാലസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ആണ് അവാർഡ് സമ്മാനിച്ചത്. Best Excellence in Anchoring, Aparna Kurup, News 18. News 18 in the Aparna Auru. ಧನ್ಯವಾದ TNIT. Nanage Avana Kotidake. I just don't know whether I'm talking the original Kannada. I was just trying. Hope it was. I think so. Thanks a lot. The new Indian. സ്വർണ്ണം നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണം ഗ്രാമിന് 9315 രൂപ, പവൻ 74520. 18 ക്യാരറ്റ് ഗ്രാമിന് 7705, പവൻ 61640. വെള്ളി ഗ്രാം 127, കിലോ 1,27,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.